ഹലോ, ഗുഡ് മോർണിംഗ് ടു എവരിബഡി. നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ പ്രസൻറ്റേഷൻ കാണാൻ പറ്റുമെന്ന് എൻ്റെ വിചാരം. പ്രസൻറ്റേഷൻ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കണേ. ഈ വോക്കലായിട്ട് പറഞ്ഞില്ലെങ്കിലും മെസ്സേജ് ചെയ്താലും മതി. ഓക്കെ, സോ വി ആർ കമ്മിങ് ടു ദി മിഡിൽ ഓഫ് ദി ഫസ്റ്റ് മോഡ്യൂൾ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. ആ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞു നമ്മൾ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയായിരുന്നു. അതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്. ഓക്കെ, സോ നമ്മൾ ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കേണ്ട, അല്ലെങ്കിൽ പ്രിവ്യൂ ആയിട്ടൊന്ന് ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞു മാഗ്ന കാർട്ട, അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ, അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ്, ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ്, ഇതെല്ലാം നമ്മൾ കണ്ടു. അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് യൂണിവേഴ്സലായിട്ട് ലോകത്തിലെല്ലായിടത്തും കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആയ രീതിയിൽ UN കൊണ്ടുവന്നു. അപ്പോൾ 1945 UN വന്നത്. 1945 വന്ന UN 1948 അന്നുണ്ടായിരുന്ന രാജ്യങ്ങളെയൊക്കെ കൂട്ടി ഒരു യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഹ്യൂമൻ റൈറ്റിനെ കുറിച്ച് നടത്തി. അപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ അതിനെ UN ഡിക്ലറേഷൻ എന്നൊക്കെ വിളിച്ചാൽ മതി, പേര് UN ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ UN അതിനെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെല്ലായിടത്തും വ്യാപകമായിട്ട് അവൈലബിൾ ആണെന്ന് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അതിന് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ UDHR എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് UDHR? ഓക്കെ, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ. U സ്റ്റാൻഡ്സ് ഫോർ യൂണിവേഴ്സൽ ആൻഡ് നോട്ട് UN. ഓക്കെ, അപ്പോൾ UNൻ്റെ ഡിക്ലറേഷൻ മാത്രമല്ല, അല്ലെങ്കിൽ UNൻ്റേതായിട്ട് മാത്രം അതിനെ ഒതുക്കിക്കളയരുത്, മറിച്ച് അത് യൂണിവേഴ്സലായിട്ട് നമ്മളിപ്പം ലോകത്തിലെല്ലാവർക്കും സാർവത്രികമായിട്ട് എല്ലാ ആൾക്കാർക്കും കിട്ടുന്ന ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ടാണ് UN അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു പക്ഷേ യൂണിവേഴ്സൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഒരു പ്രത്യേക അപ്പീൽ നമുക്ക് ചിന്തിച്ച് നോക്കാം. അതിലുണ്ടല്ലോ, 1 സെക്കൻഡ്. ഓക്കെ, സോ അതിലുണ്ടല്ലോ നമ്മൾ ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഹ്യൂമൻ റൈറ്റിനെ കുറിച്ച് പറഞ്ഞു. ശരിക്കും ഹ്യൂമൻ റൈറ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന അവകാശങ്ങൾ എങ്ങനെയാണ് കിട്ടുന്നത്? അത് ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ, ഭരണഘടനയല്ലേ കൊടുക്കേണ്ടത്? ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും റൈറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഒരു സോവറിൻ ഇഷ്യൂ ആണ്. സോവറിൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു പരമാധികാര രാജ്യം അസൈൻ ചെയ്ത് കൊടുക്കുന്ന അവകാശങ്ങൾക്കാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ് ഡെലിവറി ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? നേഷൻസിനാണ്, ശരിയല്ലേ? രാജ്യങ്ങൾക്കാണ്. അപ്പം രാജ്യങ്ങൾ അവരുടെ ഭരണഘടന, അതുപോലെ സിവിൽ പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന എന്താണ് കോർട്ടുകൾ, എക്സിക്യൂട്ടീവ് പോലീസ്, ഇവയൊക്കെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഹ്യൂമൻ റൈറ്റ് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ അതിനൊരു ഇൻ്റർനാഷണൽ എൻറ്റിറ്റി വന്നു കഴിഞ്ഞാൽ അതിൽ എത്രമാത്രം ഒരു ഗുണം കാണുന്നുള്ളത് ഭയങ്കര ഡിബേറ്റുള്ള. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർനാഷണലി അവൈലബിൾ ആയിട്ടുള്ള റൈറ്റാണ് ഇത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് UN ഈ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷനെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ എന്ന് പേരിട്ടത്. ഓക്കെ, സോ എന്താണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്? ലോകത്തിലെല്ലാ ആൾക്കാർക്കും കിട്ടത്തക്ക രീതിയിൽ. Okay, now we are coming to see what is the Universal Declaration. The major event in the establishment of international agreement for protection of human rights is the UN's Universal Declaration of Human Rights. It was created out of atrocities of the Second World War as protection of human rights became an international priority. നമ്മൾ പറഞ്ഞല്ലോ ഹോളോകോസ്റ്റ്. എന്താണ് ഹോളോകോസ്റ്റ്? നാസികൾ ജൂസിനെ കൊന്നൊടുക്കി. അപ്പോൾ അത് സെക്കൻഡ് വേൾഡ് വാറിൽ ധാരാളമായിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. ജനങ്ങൾ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ അടിമപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു, അവർക്ക് യാതൊരു പരിഗണനയും കിട്ടില്ല മനുഷ്യന്. അപ്പോൾ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഹ്യൂമൻ റൈറ്റിനെ ഇൻ്റർനാഷണലൈസ് ആയിട്ടുള്ള റൈറ്റായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ ദി Universal Declaration of Human Rights was ratified by the UN General Assembly on 10th of December 1948. ഓക്കെ, അപ്പോൾ December 10th 1948 UN ജനറൽ അസംബ്ലി, എല്ലാ അംഗങ്ങളും ഉൾപ്പെടെയുള്ള UN ഏറ്റവും ബ്രോഡായിട്ടുള്ള ബോഡിയാണ് ജനറൽ അസംബ്ലി, യൂണിവേഴ്സൽ ഡിക്ലറേഷനെ റാറ്റിഫൈ ചെയ്യുന്നത്. ദ ഡിക്ലറേഷൻ ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ലോ ആൻഡ് എൻകറേജ് കൺട്രീസ് ടു ക്രിയേറ്റ് നാഷണൽ ലോസ് ടു പ്രൊട്ടക്ട് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ ആ UN ഡിക്ലറേഷൻ എല്ലാ രാജ്യങ്ങളെയും എൻകറേജ് ചെയ്തു. എന്തിന് എൻകറേജ് ചെയ്തു? ക്രിയേറ്റ് നാഷണൽ ലോസ്. എല്ലാവരും ഇത് വെറുതെ അംഗീകരിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഈ UN ഡിക്ലറേഷൻ 1 to 30 ആർട്ടിക്കിൾസ് ഉണ്ട്. 30 ആർട്ടിക്കിൾസ് ഉണ്ട്. 1 to 30 ആർട്ടിക്കിൾസ്. ഇറ്റ് സേസ് ബേസിക് ഗൈഡ് ലൈൻസ്. ഓക്കെ, ഇറ്റ് സേസ് ഓർ എലാബറേറ്റ് ബേസിക് ഗൈഡ് ലൈൻസ് for supporting
ഓർ വാട്ട് വി ക്യാൻ സേ ഫെസിലിറ്റേറ്റിംഗ് ഹ്യൂമൻ റൈറ്റ്സ്. ഓരോ രാജ്യത്തും എത്രമാത്രം എന്തൊക്കെയായിരിക്കണം ബേസിക് ആയിട്ട് വരുന്ന ഹ്യൂമൻ റൈറ്റ്, ഇതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ഗൈഡ്ലൈനാണ് ഏത് UN ഡിക്ലറേഷൻ. നമ്മൾ പറഞ്ഞല്ലോ 30 ആർട്ടിക്കിൾസ് അതിലുണ്ട്. അത് എനാക്ട് ചെയ്തതാണ് 10th December 1948 എനാക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ December 10 UN ഹ്യൂമൻ റൈറ്റ് ഡേ ആയിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പം December 10 എന്ന് പറഞ്ഞാൽ അന്നാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദ ഡിക്ലറേഷൻ ലെറ്റ് ദി ഫൗണ്ടേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ലോ, ഹ്യൂമൻ റൈറ്റ് ലോ മാർക്കറ്റ് ആൻഡ് എൻകറേജ് കൺട്രീസ് ടു ക്രിയേറ്റ് നാഷണൽ ലോ. അപ്പോൾ ഇൻ്റർനാഷണൽ ലോ മാത്രമല്ല, ഇൻ്റർനാഷണൽ ലോ ഓരോ രാജ്യത്തിനകത്തും ആപ്ലിക്കബിൾ ആണെങ്കിൽ രാജ്യം തീരുമാനിക്കണം. അപ്പോൾ രാജ്യങ്ങൾ എന്ത് ചെയ്യണം? നാഷണൽ ലോ ക്രിയേറ്റ് ചെയ്യണം ടു പ്രൊട്ടക്ട് ഹ്യൂമൻ റൈറ്റ്സ്. ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ് ഡേ ഈസ് സെലിബ്രേറ്റഡ് 10th December every day. Okay, on remembering the ratification of UDHR. The UDHR was the first attempt to set out global level of the fundamental rights and freedoms shared by all human beings. എല്ലാ ഹ്യൂമൻ ബീങ്സും, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ റൈറ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഇൻ്റർനാഷണൽ എഫേർട്ടായിരുന്നു ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ. ഇറ്റ് ഹാസ് 30 articles and all of them illustrate different rights related to human beings with respect to various status and circumstances. ഓരോ അവസ്ഥയിൽ, ഓരോ സാഹചര്യങ്ങളിൽ എത്രമാത്രമാണ് മനുഷ്യന്, ഏതൊക്കെ റൈറ്റാണ് മനുഷ്യന് കിട്ടേണ്ടത് എന്ന് ഈ 30 ആർട്ടിക്കിൾ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ഓരോ ആർട്ടിക്കിൾ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ പരീക്ഷയ്ക്ക് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടി വരും. ഒന്നാമത്തെ ആർട്ടിക്കിൾ, ദ ആർട്ടിക്കിൾ ഓഫ് ഫസ്റ്റ് ഡിക്ലെയർ ദാറ്റ് ഓൾ ഇൻഡിവിജ്വൽസ് ആർ ബോൺ ഫ്രീ ആൻഡ് ഹാവ് ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റി. എല്ലാ ഇൻഡിവിജ്വൽസും സ്വതന്ത്രരായിട്ടാണ് ജനിച്ചത്. ഇതെവിടെയെങ്കിലും കേട്ടുകയാണോ? അല്ലേ, എവിടെ? നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷനിൽ കേട്ടു. റൂസ പറയാണ് മെൻ ആർ ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻസ്. ആ റൂസോയുടെ വാക്കുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഫസ്റ്റ് ആർട്ടിക്കിൾ പറയുന്നത്. ഫസ്റ്റ് ആർട്ടിക്കിൾ പറയുന്നു ഇൻഡിവിജ്വൽസ് ആർ ബോൺ ഫ്രീ ആൻഡ് ഹാവ് ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റി. എല്ലാവർക്കും തുല്യ അവകാശങ്ങളും തുല്യ മഹത്വമാണ് ഉള്ളത്. ഓക്കെ, ദെൻ ഓൾ ഹ്യൂമൻസ് beings are born free and equal in dignity and rights. They are endowed with reason and conscience and should act towards one another in a spirit of brotherhood. ഒരു ബ്രദർഹുഡ് അല്ലെങ്കിൽ സഹോദരത്തിൻ്റെ രീതിയിൽ അവർ ഒരേപോലെ നീങ്ങണം എന്ന് ഈ ആർട്ടിക്കിൾ 1 പറയും. ഈ സെക്കൻഡ് ആർട്ടിക്കിൾ, ഇറ്റ് ഹസ് എൻകറേജ് കൺട്രീസ് അക്രോസ് ദ വേൾഡ് ടു എൻഷുർ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ത്രൂ ദർ ലീഗൽ സിസ്റ്റം. അപ്പോൾ ഒന്നാമത്തെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 1 എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാത്തിൻ്റെയും ഭയങ്കര ബ്രോഡായിരിക്കും. ഇന്ത്യയുടെ ആർട്ടിക്കിളും അങ്ങനെ ഭയങ്കര ബ്രോഡായിട്ടുള്ള ആർട്ടിക്കിളാണ്. അങ്ങനെ ആർട്ടിക്കിൾ 2 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 2 പറയുന്നു എല്ലാ രാജ്യങ്ങളും ഹ്യൂമൻ റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ലീഗൽ സിസ്റ്റത്തെ ഫെസിലിറ്റേറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ വെറുതെ ഹ്യൂമൻ റൈറ്റ് ഡിക്ലെയർ ചെയ്തിട്ട് മാറിയിട്ട് കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ലീഗൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എവിടെയാണ് തുടങ്ങുന്നത്? അത് കോൺസ്റ്റിറ്റ്യൂഷനാണ് തുടങ്ങുന്നത്, ശരിയല്ലേ? പിന്നെ പീനൽ കോഡ് പോലുള്ള സംഭവങ്ങളുണ്ട്, ഒത്തിരി റെഗുലേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ കൺട്രോൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഈ ആർട്ടിക്കിൾ 1 ഒരു ആമുഖമാണ്. എന്താണ് ഹ്യൂമൻ റൈറ്റിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം എന്നാണ് ആർട്ടിക്കിൾ 1 പറയുന്നത്. എല്ലാവരും ഫ്രീ ആയിട്ട് ജനിച്ചാണ്, ബോൺ ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ ഫ്രീഡത്തോടെ ജനിച്ചാണ്. അതുകൊണ്ട് അവരുടെ ഇൻഡിവിജ്വൽ ഫ്രീഡവും അതുപോലെ ഡിഗ്നിറ്റിയും കീപ്പ് ചെയ്യണം, റൈറ്റും കീപ്പ് ചെയ്യണം എന്നാണ് ഈ ആർട്ടിക്കിൾ 1 പറയുന്നത്. ഒരു നമുക്ക് വീടിൻ്റെ പ്രവേശനം കവാടം പോലെ ഒരു ആമുഖം മാത്രമേ ആർട്ടിക്കിൾ 1 ഉള്ളൂ. ശരിക്കും ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു കണ്ടൻറ്റാണ്, അല്ലെങ്കിൽ അപ്രോച്ചാണ്, ഫിലോസഫിയാണ് ആർട്ടിക്കിൾ 1. അപ്പോൾ ആർട്ടിക്കിൾ 1 പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ആർട്ടിക്കിൾ 2 ഭയങ്കര സീരിയസ് ആണ്, കാര്യത്തിലേക്ക് കടക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ആർട്ടിക്കിൾ 2 എന്താണ് പറയുന്നത്? ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് കൂടാതെ എല്ലാ രാജ്യങ്ങളും ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലീഗൽ സിസ്റ്റം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലീഗൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതാണ്. ലീഗൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആക്റ്റുകളാണ്. ഈ ആക്റ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. നമ്മൾ പറഞ്ഞല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം ആർട്ടിക്കിൾ 1 to 4 32 ദർ ആർ ലാർജ് നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇന്ത്യയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടാണ് ഹ്യൂമൻ റൈറ്റിനെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് ആർട്ടിക്കിൾ ഗീവ്സ് ആൻ ഇല്ലസ്ട്രേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി പൊളിറ്റിക്കൽ, ലീഗൽ ആൻഡ് അതർ റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ. അപ്പം കുറ്റവാളിക്ക് പോലും ഒരു വക്കീൽ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അയാൾക്ക് ലീഗൽ റൈറ്റ് ഉണ്ട്, അതുപോലെ പൊളിറ്റിക്കൽ റൈറ്റ് ഉണ്ട്, നമുക്കറിയാം വോട്ട് ചെയ്യാനുള്ള റൈറ്റ്, അല്ല അതർ റൈറ്റ്സ്, സോഷ്യൽ ഇക്കണോമിക് റൈറ്റ്സ്, സിവിൽ റൈറ്റ്സ് എല്ലാം നമ്മൾ കണ്ട. സോ അങ്ങനെയുള്ള റൈറ്റുകളെല്ലാം ലീഗൽ സിസ്റ്റത്തിൽ ഓരോ രാജ്യം എൻഫോഴ്സ് ചെയ്യണം എന്നാണ് ആർട്ടിക്കിൾ 2 പറയുന്നത്. എവരി വൺ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഓൾ റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ് സെറ്റ് ഫോർത്ത് ഇൻ ദിസ് ഡിക്ലറേഷൻ വിത്തൗട്ട് ഡിസ്റ്റിങ്ഷൻ ഓഫ് എനി കൈൻഡ് സച്ച് എസ് റേസ്. അപ്പോൾ ഇങ്ങനെ ഹ്യൂമൻ റൈറ്റ് വ്യക്തികൾക്ക് കൊടുക്കുമ്പോൾ ഒരു രാജ്യത്ത് സിറ്റിസൺസ് ഉണ്ടെങ്കിൽ 130 കോടി ജനങ്ങളുണ്ടെങ്കിൽ എല്ലാവർക്കും റേസിൻ്റെ ഡിഫറൻസ് ഇല്ലാതെ, കളറിൻ്റെ ഡിഫറൻസ് ഇല്ലാതെ, സെക്സിൻ്റെ ഡിഫറൻസ് ഇല്ലാതെ, ജെൻഡർ, ലാംഗ്വേജിൻ്റെയോ റിലീജിയൻ്റെയോ പൊളിറ്റിക്കൽ ഡിഫറൻസും ഇല്ലാതെ എല്ലാവർക്കും എന്ത് ചെയ്യണം? കോമൺ ആയിട്ടുള്ള റൈറ്റ് കൊടുക്കണം. ഓക്കെ, സോ നാഷണൽ ഓർ സോഷ്യൽ ഒറിജിൻ, പ്രോപ്പർട്ടി, ബർത്ത് ഓർ അതർ സ്റ്റാറ്റസ്,
ഇതൊക്കെ ഈ സ്റ്റാറ്റസിൽ വ്യത്യാസമുണ്ടെങ്കിൽ പോലും റൈറ്റുകൾ സെയിം ആയിരിക്കണം എന്നാണ് ഈ ആർട്ടിക്കിൾ 2 പറയുന്നത്. ഓക്കെ, ഫർദർമോർ നോ ഡിസ്റ്റിങ്ഷൻ ഷാൽ ബി മെയ്ഡ് on the basis of the political, jurisdictional and international status of the country or territory to which person belong, whether it be independent trust, non-self-government, under any other limitations of sovereignty. ഇത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്, നമ്മളൊന്നും എഴുതിയതല്ല. ഇത് യുണൈറ്റഡ് ഡിക്ലറേഷൻ അതുപോലെ നമ്മൾ കോപ്പി ചെയ്തിട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത് ഇച്ചിരി ബോറിംഗ് ആയിട്ടും ലെങ്തി ആയിട്ടും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിട്ടും തോന്നും. പക്ഷേ നമ്മൾ അതൊന്നും നോക്കണ്ട, ഒരു നോട്ടിൻ്റെ ഭാഗമായിട്ട് അങ്ങ് തന്നുള്ളൂ. ഇലാബറേറ്റ് ആയിട്ട് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രം നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി ആർട്ടിക്കിൾ 2. ഇനി നമ്മൾ കാണുന്നത് എന്നാ അറിയാം, നമ്മൾ പറഞ്ഞു, അതായത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റിന് 30 ആർട്ടിക്കിളുണ്ട്. നമുക്കൊരു എക്സാമിന് എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 30 ആർട്ടിക്കിളൊന്നും എഴുതാൻ പറ്റുമല്ലോ. പക്ഷേ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം, ഒന്ന് സാഹചര്യം പറയാം, സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ച് പറയാം, അട്രോസിറ്റിയെ കുറിച്ച് പറയാം, യൂണിവേഴ്സലാണ് ഡിക്ലറേഷൻ എന്ന് പറയാം. ആ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ തന്നെ എല്ലാവർക്കും എല്ലാ രാജ്യങ്ങളും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ എന്ന് പേര് കൊടുത്തേക്കുന്നത്. ഓക്കെ, അല്ലാതെ UN അല്ല. അപ്പോൾ അങ്ങനെ യൂണിവേഴ്സലാണ് ഈ ഡിക്ലറേഷൻ നമുക്ക് പറയാം. പിന്നെ അല്ലാതെ നമുക്ക് കുറേ ബേസിക് ആയിട്ടുള്ള ഈ ആർട്ടിക്കിളിനെ കുറിച്ച് പറയാം. 30 ആർട്ടിക്കിൾ ഉണ്ടല്ലോ, 30 ആർട്ടിക്കിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ 1, ആർട്ടിക്കിൾ 2 നമുക്കറിയാം. ആർട്ടിക്കിൾ 1 ഒരു ഇൻട്രഡക്ഷൻ, ആർട്ടിക്കിൾ 2 എല്ലാ രാജ്യങ്ങളും ലീഗൽ സിസ്റ്റം സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യണം, എന്തിന്, ഹ്യൂമൻ റൈറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ. അതാണല്ലോ ആർട്ടിക്കിൾ 2 പറയുന്നത്. അത് നമുക്ക് പറയാം. പിന്നെ ഉള്ള കുറേ ആർട്ടിക്കിൾസ് ജസ്റ്റ് നമുക്കൊന്ന് ഓർമ്മിപ്പിക്കാനും അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോകാനും മാത്രമേ ഉള്ളൂ. എക്സാമിന് അത്ര ഭയങ്കരമായിട്ട് നിങ്ങൾ എഴുതണമെന്നില്ല. പക്ഷേ ഓർത്തിരുന്ന് ഏതെങ്കിലും എഴുതാൻ പറ്റുമെങ്കിൽ നമുക്കത് പ്ലസ് പോയിൻ്റ് എസ്സേ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ് ഓഫ് ദിസ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ brought by the UN around 70 years back? Okay, so there is third article, right for life, liberty and security. ഓരോ വ്യക്തിക്കും ജീവിക്കാനും ലിബർട്ടിക്കും സ്വാതന്ത്ര്യത്തിനും സെക്യൂരിറ്റിക്കുമുള്ള അവകാശമുണ്ട്. ഇതാണ് ഏത് ആർട്ടിക്കിൾ 3. റൈറ്റ് അഗെയിൻസ്റ്റ് സ്ലേവറി ഓർ സർവിറ്റ്യൂഡ്, ഒരുത്തിൻ്റെയും അടിമയാകാൻ പറ്റില്ല. കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കാണുന്ന കാസ്റ്റ് സിസ്റ്റം അത് അടിമത്തത്തിന് തുല്യമാണ്. അപ്പോൾ നമ്മൾ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ അടിമത്തത്തിൻ്റെ അവസ്ഥ നമുക്കൊരിക്കലും അറിയത്തില്ല, നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നോർത്ത് ഇന്ത്യ ഒരു കുട്ടി ഒരു താഴ്ന്ന ജാതിയിൽപ്പെടുന്ന കുടുംബത്തിലൊരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ജന്മിയുടെ അടിമ പോലെയാണ്. അയാളുടെ ഭൂമിയിൽ ജോലി ചെയ്യാനുള്ള ഒരു തൊഴിലാളി ജനിച്ചു എന്നാണ് ജന്മി വിചാരിക്കുന്നത്. അത് ഈ താഴ്ന്ന വിഭാഗത്തിലുള്ള ആൾക്കാർ, ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാർക്കും ആ ഒരു ചിന്തയാണ്. അപ്പോൾ അവരെ അതിൽ നിന്ന് മാറ്റണമെങ്കിൽ നമുക്ക് അവർക്ക് അവയർനെസ് കൊടുക്കണം. ആർക്ക് കൊടുക്കണം? ജന്മിക്ക് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, താഴെക്കെട്ടുള്ള ആൾക്കാർക്കും കൊടുക്കണം. അപ്പോൾ ഈ ജന്മി വ്യവസ്ഥ അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം ഒരുതരം സ്ലേവറി സൃഷ്ടിക്കുന്നുണ്ട്. ഏറ്റവും മോശമായിട്ടുള്ള കാസ്റ്റ് സിസ്റ്റം നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സ്ലേവറിയും സർവിറ്റ്യൂഡും പാടില്ല. റൈറ്റ് അഗെയിൻസ്റ്റ് ടോർച്ചർ ഓർ ടു ക്രൂവൽ, ഇൻഹ്യൂമൻ ഓർ ഡീഗ്രേഡിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പണിഷ്മെൻറ്റ്. അപ്പം ഭയങ്കരമായിട്ട് ക്രൂവൽ പണിഷ്മെൻറ്റ് പാടില്ല. അതുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഒരു പക്ഷേ നിങ്ങൾ കേട്ടാണ്, നിങ്ങൾ ക്രൂവലിറ്റി ആയിട്ടുള്ള പണിഷ്മെൻറ്റിനെതിരെ കോടതിയിൽ പോകാനുള്ള അധികാരം വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് ക്രൂവലിറ്റി ഒരിക്കലും പാടില്ല. ഇൻഹ്യൂമൻ ആയിട്ടുള്ള പണിഷ്മെൻറ്റ് പാടില്ല. അതുപോലെ തന്നെ ഡീഗ്രേഡിങ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും പാടില്ല. ഇതെല്ലാം ഈ കുറ്റവാളിക്ക് പോലും അർഹിച്ചിട്ടുള്ള റൈറ്റുകളാണ്. റൈറ്റ് ടു റെക്കഗ്നീഷൻ ബിഫോർ ദ ലോ, നിയമത്തിൻ്റെ മുമ്പിൽ അംഗീകാരം ഉണ്ടായിരിക്കണം. നിയമത്തിൻ്റെ ഒരു വ്യക്തിക്ക് മറ്റെല്ലാ വ്യക്തികളെ പോലെ അംഗീകാരം ഉണ്ടായിരിക്കണം. ആർട്ടിക്കിൾ 6. ആർട്ടിക്കിൾ 7 പറഞ്ഞു റൈറ്റ് അഗൈൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ദി ലോ. ഡിസ്ക്രിമിനേഷൻ, തരംതിരിവ്, അതായത് നിയമത്തിന് മുമ്പിൽ യാതൊരു തരംതിരിവും പാടില്ല. ദർ ഷുഡ് ബി ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ. ഓക്കെ, സോ നിയമത്തിന് മുമ്പിൽ അല്ലെങ്കിൽ നിയമത്തിന് നമ്മളെല്ലാം സമാന്മാരാണ്. അതാണ് 7th ആർട്ടിക്കിൾ പറയുന്നത്. ഇനി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറഞ്ഞാൽ അറിയാം, ആർട്ടിക്കിൾ 32 ആണ് ഇന്ത്യയിലുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, നമുക്ക് വ്യക്തിപരമായ അവകാശങ്ങൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോടതിയിൽ പോകാനുള്ള അധികാരമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. വെൻ ദർ ഇസ് എ വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്. എപ്പോഴാണ് അത് നമുക്ക് അങ്ങനെ പോകാൻ പറ്റുക? നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. പക്ഷേ നമുക്ക് അതിനുള്ള യോഗ്യതയാണെങ്കിൽ പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കാൻ നമ്മളെ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് അവൈലിങ് എനി പർട്ടിക്കുലർ റിലീജിയൻ. ഓക്കെ, സോ അങ്ങനെയുള്ള റൈറ്റുകൾ, ഫണ്ടമെൻ്റൽ റൈറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾ 32 പ്രകാരം നമുക്ക് കോടതിയിൽ പോകാം അത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയും. റൈറ്റ് അഗെയിൻസ്റ്റ് ആർബിട്രറി അറസ്റ്റ്, ഡിറ്റൻഷൻ ഓർ എക്സൈൽ. നമ്മളെ ആർബിട്രറി ആയിട്ട് അറസ്റ്റ് ചെയ്യാൻ പാടില്ല, നമ്മളെ തടങ്കിൽ വെക്കാൻ പാടില്ല 24 മണിക്കൂർക്കുള്ളിൽ. എക്സൈലിൽ നമ്മൾ പറയുന്ന നാട് കടത്താൻ പാടില്ല. അപ്പോൾ ഇതിനൊക്കെ എതിരെയുള്ള റൈറ്റ്, എതിരെയുള്ള അവകാശങ്ങൾ വ്യക്തികളുണ്ട്. ഇതാണ് ആർട്ടിക്കിൾ 9 പറയും. റൈറ്റ് ഫോർ ഫെയർ ആൻഡ് പബ്ലിക് ഹിയറിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കോർട്ട്. നമ്മളൊരു കുറ്റം ചെയ്യണമെങ്കിൽ നമ്മളെ ഉടനെ ജയിലിൽ പിടിച്ചുവല്ല ഇതുമല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്ത കുറ്റത്തെക്കുറിച്ച്
നമ്മൾ ചെയ്തില്ല എന്നാണെങ്കിൽ ചെയ്തില്ല എന്ന് നമുക്ക് വാദിക്കാനുള്ള അവകാശം വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഹിയറിംഗ് വേണം. അപ്പോൾ കുറ്റവാളിക്ക് ഒരു ഒരു വക്കീലുണ്ട്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് തോട്ട്, കോൺഷ്യസ് ആൻഡ് റിലീജിയൻ. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് നല്ലൊരു നമ്മൾ ഇഷ്ടപ്പെട്ട പ്രത്യയശാസ്ത്രം വിശ്വസിക്കാൻ, കോൺഷ്യൻസ്, അതുപോലെ തന്നെ റിലീജിയൻ, ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് അധികാരമുണ്ട്. റൈറ്റ് ഫ്രീഡം ഒപ്പീനിയൻ ആൻഡ് എക്സ്പ്രഷൻ. നമുക്ക് എക്സ്പ്രഷൻ നടത്താൻ, നമ്മൾ അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം. റൈറ്റ് ടു പീസ്ഫുൾ അസംബ്ലി ആൻഡ് അസോസിയേഷൻ. സമാധാനപരമായി കൂട്ടം കൂടാനുള്ള, മീറ്റിംഗ് കൂടാനുള്ള അധികാരം, അസോസിയേഷൻ. ഓക്കെ. ദെൻ റൈറ്റ് ടു സോഷ്യൽ സെക്യൂരിറ്റി, പെൻഷൻ പോലുള്ള സോഷ്യൽ സെക്യൂരിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ. റൈറ്റ് ടു വർക്ക്, ഫ്രീ ചോയ്സ് ഓഫ് എംപ്ലോയ്. നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള അധികാരം. ദെൻ റെസ്റ്റ് ആൻഡ് ലിഷർ. നമുക്ക് വിശ്രമിക്കാനുള്ള അധികാരം. ആർട്ടിക്കിൾ 24 പറയുന്ന ലിഷർ എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്താണ്, ജോലിയല്ലാതെ നമുക്ക് ലിഷർലി ആക്ടിവിറ്റി, വിനോദപരമായ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യാനുള്ള അധികാരം. റൈറ്റ് ടു എ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആഡിക്കേറ്റ് ഫോർ ദി ഹെൽത്ത് ആൻഡ് വെൽബീങ്. നമുക്ക് യുക്തമായിട്ടുള്ള ഒരു ജീവിത നിലവാരം സ്വീകരിക്കാനുള്ള അധികാരം, ഇൻക്ലൂഡിങ് ഹെൽത്ത് ആൻഡ് വെൽബീങ്. ദെൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ആർട്ടിക്കിൾ 26 of UN Declaration, Universal Declaration gives right to education for every individual. India Right to Education റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കിയത് ഏകദേശം 8-6 വർഷങ്ങൾക്ക് മുമ്പ് ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കി മാറ്റി വിദ്യാഭ്യാസത്തെ. ദെൻ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി കൾച്ചറൽ ലൈഫ് ഓഫ് കമ്മ്യൂണിറ്റി. നമ്മളൊരു കമ്മ്യൂണിറ്റിയിലുള്ള ആളാണെങ്കിൽ നമുക്ക് നമ്മുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള, അല്ലെങ്കിൽ അത് പ്രൊസീഡ് ചെയ്യാനുള്ള റൈറ്റ്. ഇത് ആർട്ടിക്കിൾ 27. ഓക്കെ. സോ നമ്മളിനി ഈ യുണൈറ്റഡ് നേഷൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ. അതും കൂടെ നോക്കാനുള്ള സമയം നമുക്കുണ്ട്. ജസ്റ്റ് നോക്കുക. ആഫ്റ്റർ ദി അഡോപ്ഷൻ ഓഫ് ദി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ലീഡേഴ്സ് ആൻഡ് പൊളിറ്റീഷ്യൻസ് അക്രോസ് ദ വേൾഡ് സൈറ്റഡ് ദി ഡിക്ലറേഷൻ ടു അപ്ഹോൾഡ് ഹ്യൂമൻ റൈറ്റ്സ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷനെ ഫ്രാൻസിൻ്റെ മാത്രമായിട്ടാണ് കാണുന്നത്. യൂറോപ്പ് പക്ഷേ യൂറോപ്യൻസിൻ്റെ മുഴുവനും ഒക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഹ്യൂമൻ റൈറ്റ് നമ്മുടെ രാജ്യത്തിനകത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗൈഡ് ലൈനായിട്ട് നമ്മൾ യൂണിവേഴ്സൽ ഡിക്ലറേഷനെ കാണുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ്. ഫോളോയിങ് ഫാക്ടേഴ്സ് പോയിന്റ് ഔട്ട് സിഗ്നിഫിക്കൻസ് ഓഫ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആൻഡ് ബിഫോർ ദാറ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് and all across the world the leaders and politicians, they said universal declaration whenever they are trying to uphold certain fundamental right, including human right. Okay, so what are the significance? We are going to see one by one. First is the large number of countries created their own national laws to protect human rights based on the universal declaration. Okay, so universal declaration is the fundamental principle which helps or provide a guideline for other countries to create their own legislations, laws or acts when protecting fundamental right, rather human right. Okay, right. During the time of a war or conflict, countries exchanged prisoners and respected enemy soldiers by abiding the universal declaration. The universal declaration instructs every country to respect the prisoners of war, don't torture the prisoners of war. These prisoners of war has to be exchanged with the respective countries. So that is what the second significance says. During the time of war and conflicts, countries exchanged prisoners. That is the real or common procedures that happen. If we are going to the recent history, we can see the വർത്തൻ, നിങ്ങൾ അഭിനന്ദൻ വർത്തൻ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് കേട്ടാണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറി. അതുപോലെ തന്നെ നിങ്ങൾ ഇന്ത്യയിലെ 10 പേരെ ചൈനക്കാർ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവരെ തിരിച്ച് കൈമാറി. അപ്പോൾ യുദ്ധത്തിൽ ഒരാളെ പിടിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമൊന്നുമല്ല, അല്ലെങ്കിൽ അത് ഭയങ്കര ബഹുമാനം കിട്ടുന്ന ഒരു ക്രെഡിറ്റബിൾ ആയിട്ടുള്ള സംഭവമല്ല. മറിച്ച് അവരെ തീർച്ചയായിട്ടും തിരിച്ച് കൈമാറണം. പടയാളികൾ കലഹിച്ച് ബഹുമാനം നമ്മൾ കൊടുക്കണം. അതാണ് ഈ സെക്കൻഡ് ആർട്ടിക്കിൾ പറയുന്നത്. സെക്കൻഡ് സിഗ്നിഫിക്കൻസ് പറയുക. സെവറൽ ഇൻ്റർനാഷണൽ ട്രീറ്റീസ് ഇൻക്ലൂഡിങ് ജനീവ കൺവെൻഷൻ, യുദ്ധത്തടവുകാരുടെ കൈമാറ്റത്തെക്കുറിച്ചുള്ള കൺവെൻഷനാണ് ജനീവ കൺവെൻഷൻ. അപ്പോൾ നമ്മളിപ്പം അഭിനന്ദൻ വർത്തനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഉടനെ നമുക്ക് യുഎന്നിൽ പരാതി കൊടുക്കാം. എന്താണ് ജനീവ കൺവെൻഷനിൽ ഒപ്പിട്ട രാജ്യം എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ അദ്ദേഹത്തിന് ഒരു പരിക്കും പോലും പറ്റാതെ തിരിച്ചു തരാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അല്ലാതെ നമ്മൾ കാലഘട്ടത്തെ പോലെ ഒരു 15th സെഞ്ച്വറിയിലെ പോലെ പിടിച്ചുകൊണ്ട് പോയി അവരെ ടോർച്ചർ ചെയ്ത് ഇല്ലെന്നാക്കി തീർക്കുകയല്ലേ ഉണ്ട്. അപ്പോൾ യുദ്ധത്തടവുകാരെ മാന്യതയോടെ കൈമാറാനുള്ള ഇൻ്റർനാഷണൽ ട്രീറ്റിയാണ് ജനീവ കൺവെൻഷൻ. ഒരു യുദ്ധത്തടവുകാരിയെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അയാൾ ഇന്ത്യയിലെ പടയാളിയെ പോലെയുള്ളൊരു ബഹുമാനം അയാൾക്ക് കൊടുക്കണം എന്നാണ് ജനീവ കൺവെൻഷൻ പറയുന്നത്. ഓക്കെ. സോ 1949 how include the spirit of the universal declaration. Civil liberties including the right of minorities, women, etc. are created based on universal declaration of human rights. അപ്പോൾ സിവിൽ റൈറ്റുകൾ ഒത്തിരി ഉണ്ട്. ലിബർട്ടീസ്, സ്വാതന്ത്ര്യങ്ങൾ, മൈനോറിറ്റീസിനുള്ള റൈറ്റ്, അതുപോലെ തന്നെ വിമനുള്ള റൈറ്റ്, അതുപോലെ ദലിറ്റ്സിനുള്ള റൈറ്റ്, അതുപോലെ തന്നെ നമുക്കറിയാലോ വികലാംഗർക്കുള്ള റൈറ്റ്, അങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്ക് ആ റൈറ്റുകളെല്ലാം
ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷനിലുണ്ട്. Several international institutions like UN Human Rights Commission were created and treaties were formed based on the Universal Declaration. അപ്പോൾ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ്റെ ബേസിലാണ് പല ട്രീറ്റികളും, ഇൻക്ലൂഡിങ് നമ്മൾ യുഎൻ്റെ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. യുഎൻ്റെ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ പ്രധാനപ്പെട്ട ഒരു കമ്മീഷനാട്ടോ. അവർ ലോകത്തിലെ എല്ലാ വിഷയങ്ങളിലും അവർ ഇടപെടാറുണ്ട്, കമൻറ്റുകൾ നടത്താറുണ്ട്. ചിലപ്പോൾ നമ്മൾ കാശ്മീരിനെ കുറിച്ച് വരുമ്പോൾ നമ്മൾ അതിനെ ഒബ്ജക്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ട്രീറ്റീസും ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ്റെ ബേസിലാണ് വരുന്നത്. ദാറ്റ് ഈസ് ദ ഫിഫ്ത്ത് സിഗ്നിഫിക്കൻസ്. കമ്മിങ് ടു ദി ലാസ്റ്റ് വൺ, several countries have modified their concept inside provisions of യൂണിവേഴ്സൽ ഡിക്ലറേഷൻ. പല രാജ്യങ്ങൾക്കും നിലവിൽ വ്യക്തികൾക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് കൊടുക്കുന്നത്, നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റിനെ കുറിച്ചാണല്ലോ പറയുക. റൈറ്റിൽ പ്രൊവിഷൻ ഓൾറെഡി പ്രൊവിഷൻസ് ഉണ്ട്. ആ പ്രൊവിഷൻസൊക്കെ രാജ്യങ്ങൾ മാറ്റി എന്നിട്ട് എന്തിൻ്റെ ബേസിലാക്കി? യൂണിവേഴ്സൽ ഡിക്ലറേഷൻ്റെ ബേസിലാക്കി. ദെൻ ആർട്ടിക്കിൾസ് ഓഫ് നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻസ് വേൾഡ് വൈഡ് റിസംബിൾ ദാറ്റ് ഓഫ് ദ ഡിക്ലറേഷൻ. ഓക്കെ, 30 ആർട്ടിക്കിളുള്ള യൂണിവേഴ്സൽ ഡിക്ലറേഷൻ്റെ പോലെ ഇരിക്കും പല രാജ്യങ്ങളുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തിനുള്ളത്? ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ് ആൾക്കാർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ ഓഫൺ ഇൻകോർപ്പറേറ്റിംഗ് മെനി ഓഫ് ദി റൈറ്റ്സ് ഇൻഹറൻറ്റ് therein as such the declaration had and still has a remarkable impact on today's societies and state. അപ്പോൾ നമ്മൾ ഇന്നത്തെ സൊസൈറ്റി, നമുക്ക് തന്നെ വ്യക്തികൾക്ക് റൈറ്റ് കിട്ടുന്നു, സമൂഹത്തിന് റൈറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ റൈറ്റ് എൻഫോഴ്സ് ചെയ്യുന്നു കോടതിയിൽ കൂടെ, പോലീസിൽ കൂടെ, അല്ലെങ്കിൽ ഭരണഘടനാപരമായി ലെജിസ്ലേച്ചറിലൂടെ. അപ്പോൾ ഇങ്ങനെയുള്ള ഹ്യൂമൻ റൈറ്റ്, പല രീതിയിൽ ഹ്യൂമൻ റൈറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ ബേസിസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് നമ്മൾ ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റിനാണ് കൊടുക്കുന്നത്, യുഎൻ്റെ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. നമ്മൾക്ക് ഇന്ന് ഷോർട്ട് അവർ മാത്രമല്ല, ഞങ്ങൾക്ക് കോളേജിലൊരു കൗൺസിൽ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സും കൂടെ എടുത്തിട്ട് വേണം. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിടാനും കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്, സമയമില്ലാത്തതുകൊണ്ട്. ആ വീഡിയോ എടുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അവരുടെ കുറച്ച് സമയം കൂടെ ലൊക്കേറ്റ് ചെയ്യാറുണ്ട്. നമുക്കിപ്പോൾ ക്ലാസ് നിർത്താം. ഇത് ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ ഇട്ടില്ല, കാരണം നെറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ ഓപ്പൺ കോഴ്സിൻ്റെ ക്ലാസ്സിന് എടുക്കാൻ പറ്റില്ല. നെറ്റ് കണക്ഷൻ മഴ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഷോ എല്ലായിടത്തും. നിങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരിക്കും, അവിടെ നെറ്റ് കണക്ഷൻ നന്നായിട്ട് കിട്ടുന്ന കാണില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ ക്ലാസ് നിർത്താം. ഞാൻ ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ.